കൊല്ലെന്നെ അങ്ങ് കൊല്ല്. മതി തന്തേ, ഇറങ്ങി തന്തേ അങ്ങോട്ട്. ആ, ഈ തന്തേ മോനും കൂടെ കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് പറയാനാണ് വന്നേക്കുന്നത്. കൊല്ലെന്നെ അങ്ങ് ഇറങ്ങിക്കടാ. ആ, ഇതാണ് അച്ഛൻ. എല്ലാ പ്രാവശ്യം ഞാൻ അമ്മയല്ലേ കാണിക്കുന്നത്, ഈ പ്രാവശ്യം അച്ചാച്ചിയും മോനും കൂടാണ് വന്നേക്കുന്നത്. ആരാന്ന് വെച്ചാൽ കന്നിയുടെ ചെക്കനാണ്, നിങ്ങളെ കുറച്ചും കൂടെ വിരട്ടിയ ചെറുക്കനാണ്. ചെറുക്കൻ അച്ചാച്ചിയായ വിവരം പറയാനാണ് വന്നേക്കുന്നത്. പറയാൻ വന്നപ്പോൾ ചെറുക്കന് അച്ഛനും മോനും കൂടെ ഭയങ്കര പ്രേമം, എന്നെ ഒന്ന് പറയാനും സമ്മതിക്കുന്നതിന് എന്നെ ഉരുട്ടുവാണ്. അപ്പോൾ ചെറുക്കൻ പറഞ്ഞത് ചെറുക്കന് 3 ചെക്കനും ഒരു പെണ്ണും ഉണ്ട്. ഇപ്പം ഭാര്യയെ കാണാതിരിക്കാനൊന്നും പറ്റത്തില്ല. ചെക്കന് 36 ദിവസമായ ചെക്കനാണ്. അപ്പം അമ്മച്ചിയുടെ ചെറുക്കൻ കിടക്കത്തുള്ളൂ. പെട്ടെന്ന് ഓരോ വീടുകളിൽ പറഞ്ഞു വിട്ടേക്കണം, എനിക്ക് എൻ്റെ ഭാര്യയെ തിരിച്ച് വേണമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇവൻ്റെ കൂട്ട് തന്നെയാണ് ഇതും ഇരിക്കുന്നത്, ഇതിൻ്റെ കൂട്ട് തന്നെയാണ് ഇതും ഇരിക്കുന്നത്. പിന്നെ ഇവർ അച്ഛനും മോനുമാണ്, അതിൻ്റെയാണ് സ്നേഹപ്രകടനം കാണിക്കുന്നത്. ഇപ്പോൾ ചോദിക്കുക എന്തേ അമ്മയും കൂടെ കൊണ്ടുവന്നില്ല വെച്ചാൽ കുടുംബകലഹം ഉണ്ടാക്കും, എന്നെ ഇതിൻ്റെ ഇടയ്ക്ക് പിടിച്ചിടും. പിന്നെ ഞാനിത് ഒത്തുതീർപ്പാക്കാൻ പോകണോണ്ടാണ് അമ്മച്ചിയും കൂടെ കൊണ്ടുവരാത്തത്. കുഞ്ഞാണെങ്കിൽ ഇതെല്ലാം കേട്ടിരുന്ന് ഉറങ്ങുക, പാവം ഉമ്മ. ആ, തന്ത കുറേ സ്നേഹപ്രകടനം ഉമ്മ അങ്ങ് വാരി കോരി അങ്ങ് കൊടുക്കുമായിരുന്നു. അങ്ങനെ തന്ത തന്നെ മോനെ ഉറക്കിയിട്ടുണ്ട്. അപ്പം തന്ത പറഞ്ഞ കാര്യങ്ങൾ എല്ലാവരും കേട്ടോണം. എൻ്റെ മക്കൾ എന്നേക്കാൾ വലുതാവും, അതുപോലെ തന്നെ എൻ്റെ സ്വഭാവങ്ങളെ കിട്ടിയിട്ടുള്ളൂ. അമ്മച്ചി ഇച്ചിരി കടിയെത്തിയാണ്, അപ്പം അമ്മച്ചിയുടെ സ്വഭാവം കിട്ടല്ലേ എന്നാണ് പ്രാർത്ഥിച്ചേക്കുന്നത്. പിന്നെ വലുതാകുമ്പോൾ എൻ്റെ കൂട്ട് തന്നെ ഇരിക്കും, പെണ്ണുപിള്ളയുടെ കൂട്ടൊന്നും അല്ല ഇരിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട്. കൊല്ലടാ, ഇറങ്ങി ഇറക്കാം. ആ.